ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്ന എവിടെയാണെന്നറിയോ? എൻ്റെ വീടിൻ്റെ പുറകിലുള്ള ഇച്ചിരി സ്ഥലമുള്ളിടത്താണേ. നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ ഏതോ കാട്ടിനകത്ത് നിൽക്കുവാണെന്ന്. അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുന്നവരൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പം നമുക്ക് നല്ല മഴ കിട്ടുന്ന സമയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചക്കറി ചെടികൾ, അതായത് വലിയ പരിചരണമൊന്നും വേണ്ടാത്തതിനെയൊക്കെ നമുക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് നട്ടുപിടിപ്പിക്കാം. ഈ പുല്ലെല്ലാം നമ്മളെ കിളച്ച് മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം നടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം നമ്മൾ ഒരു ഭാഗത്തുനിന്ന് പറിച്ചു തുടങ്ങുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ കയറി വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കാടെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വെറും കാടാണെന്ന് വിചാരിക്കേണ്ട. കുറച്ച് പഴച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനിടയിൽ ഈ പുല്ലുകൾ ഇങ്ങനെ വളർന്ന് കയറിയിരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്കിതേ വലിയ പരിചരണം ഇല്ലാത്തൊരു 2-3 സാധനം. ഇതൊരു ചെടിയാണേ. വെന്തി അല്ലത്, ഒരു ചെടിയാണ്. വലിയ പരിചരണമൊന്നും വേണ്ട, തന്നെത്താനെ വളർന്നോളും. 1-2 പൂവുണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ പൂമ്പൊടി, അതിൻ്റെ വിത്തുകളെല്ലാം ചെതറി വീണിട്ട് ഇഷ്ടം പോലെ തൈകൾ വായിക്കോളും. അപ്പം നമുക്കിതേ ഇതൊന്ന് കുഴിച്ചു വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1-2 തക്കാളിയുടെ തൈയുണ്ട്, കാന്താരിയുടെ തൈയുണ്ട്, അതുപോലെ ദേ ഇഞ്ചിയുടെ വിത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കുഴിച്ചു വെക്കാം. ഇപ്പോഴാണെങ്കിൽ മഴയുള്ളതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ, അവർ തന്നെ കയറി വന്നോളും. അപ്പം ഞാൻ ആദ്യം ഇതിനകത്തുനിന്ന് 2 മുളകിൻ്റെ തൈ, അത് നമ്മുടെ ടെറസ് തോട്ടത്തിൽ കിളിത്തിരുന്നതാണേ. അപ്പോൾ ഈ ചോടൊന്നും ഇളകി പോകാതെ മണ്ണോടുകൂടി ഞാൻ പിഴുതുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പം നമുക്കതിനെ ഒന്ന് നട്ടുവെക്കണം. അപ്പം ഞാൻ ഇവിടെ ഒരു ശകലം സ്ഥലം തെളിഞ്ഞതുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഈ മുളകിനൊന്നും ആണെങ്കിൽ അങ്ങനത്തെ പ്രത്യേക സ്ഥലം വേണം എന്നൊന്നുമില്ല. അപ്പം നോക്കിക്കോണം. ഞാൻ ഇതുപോലൊന്ന് മണ്ണ് ഇളക്കിയിട്ട് ഇവിടോട്ടങ്ങ് നടുവാണേ. ഇപ്പോൾ കാന്താരിയുടെയൊക്കെ തൈ ആകുന്നതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. ഇവിടോട്ട് ഈ മുളകിൻ്റെ തൈ വെച്ചു. വല്ലപ്പോഴും നമുക്കൊരു മുളക് പറിക്കാൻ കിട്ടുമല്ലോ. ഈ സ്ഥലത്തോട്ട് നമുക്ക് കണ്ടോ, ഇവിടെ ഇപ്പം ഇച്ചിരി സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടോട്ട് നമുക്ക് നമ്മുടെ മുളകിൻ്റെ തൈകളെല്ലാം കുഴിച്ച് വെക്കാനുള്ള ഇടയുണ്ട്. പിന്നെ പറമ്പിലാണ് കുഴിച്ച് വെക്കുന്നതെങ്കിൽ പല ഗുണങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, അവരൊക്കെ നമുക്ക് അടുത്ത ദിവസം ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് കണ്ടറിയാം അവർ കിളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. കണ്ടോ, 3 മുളക് തൈയും നമ്മൾ നട്ടുവെച്ചു. ഇപ്പോഴത്തെ സമയമായതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാനില്ല, അവർ തന്നെ കിളുത്ത് വന്നോളും. കമ്പ് വെട്ടുമ്പോൾ ചുവടെ ചേർത്ത് വെട്ടാൻ പാടില്ല, ചെടി പോവും. ചോട്ടിൽ നിന്ന് അതിൻ്റെ തായ്ക്കമ്പിൽ നിന്ന് ഇച്ചിരി മാറ്റി വേണം കമ്പ് വെട്ടാൻ. വട്ടത്തിൽ നിന്നില്ലെങ്കിൽ നമുക്കതിനെ പരിചരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് നമ്മുടെ ചെടിയാണേ. നമുക്കത് ഇവിടോട്ട് കുഴിച്ച് വെക്കാം. മണ്ണൊന്നും കാര്യമായിട്ട് ഇളക്കയില്ല ഇവിടെ. ഇതിനിയിപ്പം അവിടെ നിൽക്കട്ടെ. ഇത് കണ്ടോ, മുളച്ചു തുടങ്ങേണ്ട, വേരൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുള്ള ഇഞ്ചിയുടെ വിത്താണേ. അപ്പോൾ നമുക്കിത് ഇവിടോട്ട് നടാം. ശരിക്കും ഇഞ്ചി നടണ്ടെന്ന് പറഞ്ഞാൽ തടമൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ അങ്ങോട്ട് നടുവാണ്. എന്നിട്ട് നമുക്കിത് കിളുത്ത് വന്ന് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കിയിട്ട് കണ്ടോ ഈ മണ്ണ് ഇളക്കിയിട്ട് വെറുതെ ഈ ഇഞ്ചി വിത്ത് അങ്ങോട്ട് നടുവാണേ. മുള നേരെ മുകളിലോട്ടാണ് നിൽക്കുന്നത്. വേറൊന്നും ചെയ്യുന്നില്ല, വളവും ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. അതുപോലെ ഇതിവിടെ വെച്ചു. കണ്ടോ, ഇനി ഒരു കഷ്ണം കൂടെ ഉണ്ട്, ഇതിവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചി ഉണ്ടാകുമോ നോക്കാം. അപ്പോൾ ഈ ചെടി കണ്ടോ, ഇത് നമ്മൾ വരപ്പുളി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന പഴമാണേ. അപ്പോൾ ഈ മഴക്കാലത്താണ് ഇത് കണ്ടോ, എല്ലാം തന്നെ പഴുത്ത് കിടക്കുക. അപ്പോൾ ഈ മഴയും കാറ്റും വരുമ്പോൾ അതെല്ലാം ഏറെയും പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്തിനാ ഇതിൻ്റെ ചോട്ടി വന്നതെന്നറിയോ? നമ്മുടെ പയറിന് കുത്താനായിട്ട് 2 കമ്പൊടിക്കണം, അതിന് വന്നതാണ്. അപ്പം ശിവദത്തിനെ അതിൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നത്. വെട്ടിക്കോ, ചെറിയ 2 ശകരം വെട്ടിയെടുത്താൽ മതി കേട്ടോ മോനെ. ശകരം എന്ന് പറഞ്ഞാൽ വലിയ ബലത്തിൽ വന്നാൽ നമുക്കത് അവിടെ നടാൻ മേല. ഇത് കണ്ടോ, ഇവിടം വെട്ടിക്കോ. അത്രയ്ക്കൊക്കെയുള്ള കമ്പ് കിട്ടിയാൽ മതി. ഒത്തിരി വലിയ കട്ടിക്കുള്ള എടുത്താൽ കുത്തിയാൽ നിൽക്കത്തില്ല. രണ്ട് തക്കാളിയും 2 മുളകും കൂടെ ഉണ്ടേ. അപ്പം ഞാൻ ഇവിടെ ഒരു ഇച്ചിരി തെളിഞ്ഞ സ്ഥലമുണ്ട്.
അപ്പോൾ അവിടേക്ക് ഞാൻ ഇതുകൊണ്ട് വെക്കാൻ പോകും. ശരിക്കും ഈ പുല്ലും കൂടി ഈ കൂട്ടത്തിലോട്ട് വെട്ടിയെടുത്താണ്ടല്ലോ, പുല്ല് അവിടെ കിടന്ന് ഒന്നാന്തരമായിട്ട് കിളുക്കും. മണ്ണ് നല്ലോണം ഇളക്കിയിട്ട് ഇവിടേക്ക് നമുക്ക് നടാം. കണ്ടോ, ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ദേ ഇതൊരു 4 എണ്ണം ഉണ്ടേ. അപ്പം ദേ ഇവിടെ ഒരു മുളക്, ഇവിടെ ഒരു തക്കാളി, ഒരു മുളകിൻ്റെ തയ്യേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു തക്കാളി, ഇതും ഒരു തക്കാളി. അപ്പോൾ ഇങ്ങനെ നമുക്ക് നട്ടുവെക്കാം. തക്കാളി നട്ട് കഴിഞ്ഞ് കേട്ടോ. ഇങ്ങനെയൊരു ഇപ്പോൾ ഈ ഒരു വട്ടത്തിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ പുല്ല് ഇങ്ങനെ കയറി നിൽക്കുന്ന കാരണം നമുക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇതെന്നാണെന്നറിയോ, ഇതേ നമ്മുടെ ടെറസിൽ കിളുത്തിരിക്കുന്ന വെള്ളരിയുടെ ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് വന്നതാണേ. അപ്പം നമുക്ക് നോക്കാം വെള്ളരിയുടെ കമ്പ് കിളുക്കുമോന്ന്. അപ്പം ദേ ഇവിടോട്ട് ഞാൻ ദേ മണ്ണിങ്ങനെ കൊത്തി ഇളക്കിയിട്ട് ഇവിടെ വെക്കാം. കിളുക്കോ ഇല്ല നമുക്ക് നോക്കാം. കണ്ടോ, ഇതിനെ ഞാൻ ദേ ഇവിടോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുവാണേ. ഈ ഇലകളുടെയൊക്കെ ഇങ്ങനെ യോജിക്കുന്നിടത്തു നിന്നുണ്ടല്ലോ വേരുകൾ വരാറുണ്ട്. അപ്പോൾ ഇത് കിളുക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനി ദേ ഇത് കണ്ടോ, ഇത് നമ്മളിവിടെ പാകി കിളിപ്പിച്ചിരിക്കുന്ന കുറച്ച് പയറാണേ. അപ്പോൾ അവർ പൊങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് അതേ മഴ കാരണം കണ്ടോ പെടന്നു പോയതാണ്. നമുക്കിവിടോട്ട് ഇച്ചിരി മണ്ണ് കൂട്ടി കൊടുക്കാം. മണ്ണ് കൂട്ടി നിവർത്തി വെക്കാം. ഇനി നമുക്ക് എന്നാ ചെയ്യുന്നറിയോ, ഇവർക്കിതൊന്ന് വള്ളി വീശുമ്പം കയറാനായിട്ട് നമുക്ക് 2 കമ്പ് കുത്തി കൊടുക്കാവേ. ശിവ, നീ വെട്ടിയ കമ്പന്തിയാടാ? നീ വെട്ടിയ കമ്പന്തി എവിടെ? എടുത്തോണ്ട് വരാം. ഇതേപോലെ 2 ചെറിയ കമ്പാണ് ഞാൻ കുത്തി കൊടുക്കുന്നത്. അപ്പം നീ ഇങ്ങനെ അങ്ങോട്ട് വളച്ച് വെച്ചാൽ ഇവിടെയൊക്കെ അവർ കിളുക്കുന്നുണ്ട്. അപ്പം ദേ ഇതൊരെണ്ണം ഇവിടെ ഒരു ഇച്ചിരി കൂടെ വലുതിനെ ഞാൻ ഇവിടെ കൊടുക്കാം. കാരണം ഇവിടെ കൂടുതൽ പയറുകളുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തു. പിന്നെ നമുക്ക് ദേ ഇവിടെ ഒരെണ്ണം കുത്തി കൊടുക്കാവേ. ശരിക്കും പറഞ്ഞാൽ അവിടെ മറ്റേതിൻ്റെ ഒക്കെ എരമ്പ് കിട്ടുകയിലും കുഴപ്പമില്ല. കണ്ടോ, ഇനി ദേ ഇത് ഇലയുള്ളതാണേ. ഇലയുള്ളതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ദേ ഇവിടെ ഒരു കമ്പ് കുത്തി കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇത്രയും ചെയ്താൽ ഈ പയർ ഇതിൻ്റെ മേളിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ദേ ഇവിടെ ഒരു കമ്പ് കൂടെ കുത്തി കൊടുത്താൽ അവർ നല്ലതായിട്ട് അതേ കൂടെ കയറിക്കോളും. ദേ ഇത് നമുക്കങ്ങോട്ട് കുത്തി കൊടുക്കാം. ചട്ടി ഇവിടെയൊക്കെ ഏതാണ്ടിൻ്റെ സാധനം കല്ലോ ധാരാളം. അപ്പോൾ ഇത്രയും മതി. ഇവിടെ നിൽക്കുന്ന ഈ പയർ ഇതിലേക്കിടെ അങ്ങോട്ട് കയറാൻ. നമ്മൾ പറമ്പ് വൃത്തിയാക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു കപ്പളം അവിടെ മാറ്റാനുണ്ടായിരുന്നു. കായ്ക്കാതെ നിന്നിരുന്നൊരു കപ്പളമാണേ. അപ്പോൾ അവൻ്റെ അച്ഛൻ അതിൻ്റെ മുകൾ ഭാഗം വെട്ടി മറിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് കപ്പളത്തിനെ ചുവട്ടിൽ നിന്ന് തന്നെ പിഴുതു മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് അത്രയും സ്ഥലം മറ്റെന്തെങ്കിലും നടാൻ വേണ്ടി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കപ്പളത്തിൻ്റെ വേരെല്ലാം അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ മണ്ണിനകത്തൂടെ പാകി നിൽക്കും. അപ്പോൾ അതിനെ പിഴുതു മാറ്റാൻ ഏൽപ്പിച്ച കുറച്ച് പ്രാവശ്യം ദേ കണ്ടോ, ജിമ്മിൽ പോയി പരിപാടി ചെയ്യുന്നത് പോലെയൊക്കെ അതിനിട്ട് പിടിച്ചിട്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ തലചൊറിഞ്ഞുകൊണ്ടൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, മറിക്കാനുള്ള ശ്രമം അവൻ പൂർത്തിയാക്കിയിരിക്കുക. ഇതിനകത്ത് ഞാനുണ്ടല്ലോ 2-3 ചെറിയ ഇനം പാവൽ പഴുത്തത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് പോലുമില്ല. ഇതിനകത്ത് പാവലിൻ്റെ കുരുണ്ട്. അപ്പോൾ അത് ഇതൊരു 2-3 എണ്ണം ഉണ്ട്. അതിനെ ഞാൻ ദേ ഇവിടോട്ട് കുഴിച്ചിടുവാണേ. കാരണം ദേ ഈ ചെടിയെ കൂടെ കയറി കിടന്ന് ഉണ്ടായിക്കോളും. അപ്പം ഞാൻ ദേ ഇവിടെ ഒന്ന് മണ്ണിളക്കിയിട്ട് കുറച്ച് മതി. നമുക്ക് ഈ പുല്ലിനെയൊക്കെ കളയണം ഇവിടുന്ന്. ശരിക്കും പറഞ്ഞാൽ അല്ല പെട്ടെന്ന് ഇതിനെ വലിച്ചിളക്കാനൊക്കെ പറ്റും. ഇതൊക്കെ കിളുത്തിട്ട് ഇപ്പം നമ്മൾ വിത്തുകളൊക്കെ ഇടുന്നെങ്കിൽ എല്ലാം ഒന്നും കിളുക്കണം എന്നൊന്നുമില്ല. അപ്പം നമ്മൾ
കിളുക്കുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്യാം. അപ്പോൾ ദേ ഇവിടെ വല്ല തടം പോലെ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഈ വിത്തിടുവാണേ. ദേ ഒരു മുളകിൻ്റെ അരിയുണ്ട്, അപ്പോൾ അതും കൂടെ കിടന്ന് കിളുത്തോട്ടെ. അപ്പോൾ ഇങ്ങനെ ഇട്ട് ഇതിനകത്ത് കുറച്ച് വിത്തുകളേ ഉള്ളൂ, ഉള്ളത് കിളുത്തോളും. ഇപ്പോൾ ഒരു 2 എണ്ണമെങ്കിലും നമുക്കൊന്ന് കിളുത്ത് കിട്ടിയാൽ മതി. കണ്ടോ, കലാസിപ്പണിയാണ്, കലാസിപ്പണി. കപ്പളത്തിൻ്റെ മോനെ പ്ലാവിൻ്റെ ചോട്ടിലോട്ട് വെട്ടിയിട്. വെട്ടിയിടുന്നൊക്കെ പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ, അവൻ അവിടെ അനങ്ങാതെ നിന്നു. എന്നിട്ട് അവൻ്റെ അച്ഛനെ ആ പരിപാടി ഏൽപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്ന് കത്തിയും വാങ്ങിച്ചു കൊടുത്ത് നിൽക്കുക. അച്ഛൻ അത് മേടിച്ച് വെട്ടിയിടുവാണേ. കണ്ടോ, വെട്ടി മുറിച്ച് പ്ലാവിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു വാഴ ഒടിഞ്ഞു പോയതാണേ. കണ്ടോ കണ്ടോ, ഒടിഞ്ഞു നിൽക്കുന്ന കണ്ടോ. അപ്പോൾ അതേ പഴുത്തതെല്ലാം അതിൻ്റെ അവകാശികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് വെട്ടിയെടുക്കാവേ. വെട്ടിയിട്ട് നമുക്ക് ഇരിഞ്ഞെടുക്കാം. ശിവ, നീ ആ കറിക്കെത്തിയൊന്നും എടുത്തോണ്ടല്ലോ അവിടെ അടുക്കളയിൽ നിന്ന്. കഷ്ണമേ ഉള്ളൂ യോജിപ്പ്. നമുക്കിത് ഇരിഞ്ഞെടുക്കാനായിട്ട് പച്ചക്കറി അരിയുന്ന കത്തി ഇതേ പിടിക്കണോ? എന്നാൽ അവനോട് പറയാം, കടാ കൊച്ചാ നീ ഒന്ന് പിടിക്കടാ. അല്ല ഇത് ഇരിഞ്ഞെടുക്കുന്ന അല്ലേ, ഇരിഞ്ഞെടുത്തോണ്ട് പോകാം വീട്ടിലോട്ട്. ഇതേ വീട്ടിൽ കൊണ്ടുപോകണം മൊത്തം. വിരിഞ്ഞെടുത്തോണ്ട് വെച്ചിട്ട് കാര്യം. എന്നാ എടുത്തു ശിവ, ബാബാ നിങ്ങൾക്ക് ജോലി ഇருக்கு ഉണ്ടോ? എടാ ഇവിടെ സർവം ചീക്കേ മയം ചെടികളാണ്, സൂക്ഷിച്ചാണ്. ഇത് പിടിച്ച ചീക്കേ ബാ. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതേപോലെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും വരാം.